പ്രാചീനകാലത്ത് ഭൂമിയിലെ അധർമ്മം അതിരൂക്ഷമായി വർദ്ധിച്ചു. അസുരന്മാർ മനുഷ്യർക്കു അന്യായം ചെയ്തും ഭൂമിയിൽ ഭയാനകമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയും ഭവിച്ചു. ദേവതകൾക്ക് പോലും അവരുടെ ശക്തിയെ മറികടക്കാൻ കഴിഞ്ഞില്ല. ഭൂരിപക്ഷം ലോകവും ഇരുട്ടിന്റെ അധീനമായിത്തീർന്നു. ഭൂമി കപൂർണമായ ഈ അവസ്ഥയെക്കുറിച്ച് ദേവലോകത്തിലേക്ക് അപേക്ഷയുമായി ചെന്നു. ദേവതകൾ അങ്ങോട്ട് ശരണപ്പെട്ട് പരമശക്തിയെ വിളിച്ചു. അങ്ങനെയാണ് ദേവി കാളി ജനിച്ചത്. ദേവി കാളിയുടെ ജനനം അത്ഭുതപൂർണമായിരുന്നു. പരമശക്തിയുടെ ഉഗ്രരൂപമായ ഈ ദേവി കടുത്ത കോപത്തോടെയാണ് ഉദ്ഭവിച്ചത്. കാളിയുടെ മുഖം കറുത്തിരുമ്പോലും കണ്ണുകൾ തീപോലെ കത്തിയും പല്ലുകൾ മിനുങ്ങിയും വാളിൽ രക്തം തുളുമ്പിയും നീളമുള്ള കേശങ്ങൾ ഇടതിലും വലതിലും ഒഴുകി വീണു. കാളിയുടെ രൂപം കാണുമ്പോൾ അസുരന്മാർ തന്നെ ഭയപ്പെട്ടു. ദേവി കാളി യുദ്ധഭൂമിയിലിറങ്ങി. അവർ കാളഭൈരവിയുമായി ചേർന്ന് അസുരന്മാരെ തകർത്തു. ഓരോ പടവിലും അസുരന്മാരുടെ കൈകാലുകൾ ഛേദിച്ചും തലവെട്ടിയും അവർ മുന്നേറുകയായിരുന്നു. ദേവി കാളിയുടെ ശക്തിയുടെ മുന്നിൽ ആർക്കും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഭൂമിയിൽ ആത്മവീര്യവും ധർമ്മവുമായ വേരുകൾ വീണ്ടും വളരാൻ തുടങ്ങി. ദേവി കാളി തന്റെ കോപം കുറച്ചു ഭക്തന്മാരുടെ ക്ഷേമത്തിനായി കരുണയോടെ രൂപാന്തരപ്പെട്ടു. ഇവിടെ നിന്ന് ദേവി കാളിയെ ഭക്തർ ക്ഷമയും കരുണയും ശക്തിയും ധീരതയും പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തു.